ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ഫുഡ്സിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയൊക്കെ ബാക്കിയായി വന്നാൽ കുട്ടികൾക്ക് എളുപ്പത്തിലും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയതുമായ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ചില കുട്ടികൾക്കൊക്കെ ചപ്പാത്തി കറിയോടൊപ്പം തന്നെ കൊടുത്താൽ തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തരത്തിൽ ചപ്പാത്തി കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായി കഴിച്ചോളും. മാത്രമല്ല ബാക്കിയാവുന്ന ചപ്പാത്തി ഒന്നും വേസ്റ്റായി പോവുകയില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചപ്പാത്തി, ശർക്കര, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്കായ പൗഡർ, ഇഞ്ചി പൗഡർ, നെയ്യ്, തേങ്ങ ചിരകിയത്. നമുക്ക് എത്ര അളവിലാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ചപ്പാത്തിയുടെ എണ്ണം കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 ചപ്പാത്തിയാണ്. അത് നമുക്ക് ഭംഗിയായി ഒരുപോലെ അടുക്കി വെച്ച് ഒരുമിച്ച് എല്ലാം കൂടെ ചുരുട്ടി വെച്ച് കത്തി കൊണ്ടോ അതുപോലെ സിസർ കൊണ്ടോ ഒരുപോലെ നേരിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ഉരുകി വരുന്ന സമയത്ത് ഇപ്പോൾ കഷ്ണങ്ങളാക്കി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അത് കുറച്ചൊരു ഡ്രൈ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്തതും അതിനോടൊപ്പം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 കഷ്ണം ശർക്കരയാണ്. അതിനോടൊപ്പം ഏലക്കായ പൗഡറും ജിഞ്ചർ പൗഡറും കൂടെ മിക്സ് ചെയ്തും ചേർക്കണം.
ഏലക്കായ പൗഡർ എന്തായാലും ചേർക്കണം, കാരണം ഇത് ചേർത്തെങ്കിൽ മാത്രമേ നല്ലൊരു ഫ്ലേവർ ഈ സ്നാക്കിന് കിട്ടുകയുള്ളൂ. ജിഞ്ചർ പൗഡർ ഓപ്ഷനിലാണ്, അത് ഉണ്ടെങ്കിൽ ചേർക്കാം, അത്ര നിർബന്ധമില്ല. ഇതെല്ലാം കൂടെ നന്നായി മിക്സാക്കിയ ശേഷം ചിരകി വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് യോജിപ്പിക്കുക. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറവോ ആയി നമുക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങയും അതുപോലെ തന്നെ 3-4 മിനിറ്റ് ഇതിൻ്റെ കൂടെ കിടന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം അതൊരു പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ചെറിയ പാനിൽ നെയ്യൊഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് അതിൽ വറുത്തു കോരിയെടുത്ത് ഈ മിക്സിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ചപ്പാത്തി ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.